അവനെ പോലെ ആണോടി മൈ? അവനെ പോലെ ആണോടി ഇവൻ? നീയല്ലേ പറഞ്ഞത് നിനക്ക് എന്നെ പറ്റി ഭയങ്കര വേവലാതിയാന്നൊക്കെ. എന്നിട്ട് നിന്റെ സേഫ്റ്റി നോക്കിയിട്ടാണോ നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അതെ, എനിക്ക് എന്റെ കാര്യം കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി ആരുടെ? കീച്ചു, ഞാൻ അങ്ങനെയല്ല, അതല്ല. ആടാ. എടി സോറി. ഉം. എന്തേലും പറ. നീ പൊക്കോ, ഞാൻ കഴിച്ചിട്ട് കിടക്കാൻ പോവാ. കീത്തു പോ. ചേച്ചി കുറഞ്ഞോ? ആടെ കുറഞ്ഞു. എന്തു പറ്റിയതാ? പ്രഷർ കൂടിയതായിരുന്നു. ഓ, പിന്നെ മിണ്ടിയോ? ഇല്ലടി, ഞാനില്ല ഒന്നിനും. ആ മര്യാദക്ക് ജീവിക്കട്ടെ. എന്തു പറ്റി? ഒന്നുമില്ല. അവന്റെ കൂടെ ഇനി ഞാനില്ലാത്ത നല്ല. ഇന്ന് വരണോ? എങ്ങോട്ട്? വീട്ടിലോട്ട്. ആവശ്യമില്ല. എന്തു പറ്റിയടി? താൻ എന്തിനാ എന്റെ പിറകെ നടക്കണേ? എന്തേലും പറയാനുണ്ടോ? നീ എന്താ അങ്ങനെ ചോദിച്ചേ? ബിക്കോസ് ഐ വാണ്ട് ആൻസർ. മനസ്സിലായി. പെട്ടെന്ന് എന്താ ആൻസർ വേണമെന്ന് തോന്നലെന്നാ ചോദിച്ചേ. താനും എല്ലാരും കളിക്കണ പോലെ നാടകം കളിക്കണതാണോന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാ. ഇനിയും കരയാൻ വയ്യാത്തോണ്ടാ ചോദിക്കുന്നത്. നീ പൊക്കോ, ഞാൻ പോവാ. താനും പൊക്കോ, ഇനി വരല്ലേ പ്ലീസ്. എന്നാടാ, കീർത്തനക്ക് എന്തോ പ്രശ്നമുണ്ട്. അവൾക്കോ? അങ്ങനല്ല, അവൾ ഓക്കെ അല്ല തോന്നുന്നു. എന്നിട്ട് നീ കാര്യം ചോദിച്ചോ? ഇല്ല, ആ സമയത്ത് ഞാനെന്തോ ഷോക്ക് അടിച്ച പോലെ ആയിപ്പോയി. അവൾ എൻ്റെ അടുത്ത് നിന്ന് എന്തോ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്നാണ് അങ്ങനെ വന്നത്? അവൾ എന്നോട് ചോദിച്ചടാ, എല്ലാവരും പോലും ഞാനും നാടകം കളിക്കാണോ എന്ന്. എന്ത് നാടകം? എനിക്കറിയില്ല. അവൾക്ക് പേഴ്സണലി എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. പോരാതിന് ഞാൻ അവൾക്ക് വെറുതെ ഹോപ്പ് കൊടുത്തോന്ന് തോന്നാ. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേടാ, നിനക്ക് പറ്റില്ലെങ്കിൽ അവൾക്ക് വെറുതെ ഹോപ്പ് കൊടുക്കരുതെന്ന്. ഞാൻ എന്തൊക്കെയോ. അവളത് സീരിയസ് ആക്കുമെന്ന് വിചാരിച്ചില്ല. ഇനിയെങ്കിലും നിന്നിലൊരു പ്രതീക്ഷ വെക്കണ്ടെന്നൊന്ന് ചെന്ന് പറയും. കീതു, ഒന്ന് താഴത്തോട്ട് വരുമോ? എന്താ? നീ എൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യണ്ടോ? വേണ്ട, ഒന്നും എൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കരുത്. ഞാൻ നിന്നോട് സാധാരണ രീതിയിലേ സംസാരിച്ചിട്ടുള്ളൂ ഇതുവരെ. ഇപ്പോഴും ഞാൻ നിനക്ക് ഒരിക്കലും ഒന്നിലും പ്രതീക്ഷ തരണമെന്ന് വിചാരിച്ചില്ല. ഞാൻ അതിനു വേണ്ടി നോക്കിയിട്ടും ഇല്ല. ഇല്ല? അപ്പോൾ ഇന്നലെ നടന്ന എന്താ? എന്തിനാ ഓരോ കാര്യം പറയുമ്പോഴും എന്നോട് വന്ന് സോറി പറഞ്ഞുകൊണ്ടിരുന്നേ? എനിക്കറിയാം അത് ആ ചേട്ടൻ പറഞ്ഞോണ്ട് മാത്രമല്ല എന്ന്. എല്ലാം പോട്ടെ, അന്ന് താൻ എന്നെ കിസ് ചെയ്തതോ? അതൊക്കെ അപ്പോഴത്തെ മൈൻഡില്. തനിക്ക് തോന്നിയ പോലെ താൻ എന്നെ യൂസ് ആക്കുമായിരുന്നോ? അങ്ങനല്ല. യൂസ് ആക്കിയതല്ല, പിന്നെ വേറെ എന്താ? താൻ തമാശയ്ക്ക് വേണ്ടിയിട്ടല്ല എന്നെ ഒന്ന് കിസ് ചെയ്ത. തൻ്റെ പൊസസീവ്നെസ് അല്ലായിരുന്നോ അത്? ആർക്കും തോന്നിയ ഒരു പെണ്ണിനെ കയറി അത് ചുണ്ടത്ത് കിസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നണേ. ഇനി അത് എൻ്റെ ബുദ്ധിയില്ലായ്മ ആയിരുന്നോ? ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. സമാധാനായി, പൊക്കോ, എനിക്ക് മനസ്സിലായി. എങ്ങോട്ട്? പിന്നെ താൻ ഇവിടെ കിടക്കാൻ വന്നാ? നീ ഓക്കെ അല്ലേ? ഓ, ഭയങ്കര ഓക്കെയാണ്. എന്താ പ്രശ്നം? പേഴ്സണലാണ്. എനിക്കത് വിഷയമല്ല, കാര്യം പറ. എന്തിനാ പേടി? പേടിയല്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന് അറിയാനാ. അതിനുള്ള ആൻസർ ഞാൻ തന്നാ പോരെ? തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി എൻ്റെ പ്രശ്നം അറിഞ്ഞിട്ട് അതിൻ്റെ പിറകെ സിമ്പതി, ഇഷ്ടം, പറ്റിക്കല് എന്തിനാ വെറുതെ? ചുമ്മാ കളിയാക്കാതെ കാര്യം പറയും. ഇല്ല. നിനക്കെതിന് ഇങ്ങനെ വാശി? ഇതൊക്കെ അറിഞ്ഞ് കൂടെ നടന്നറ ഇട്ടിട്ട് പോയിട്ടുള്ളൂ. പിന്നെയാണ് ഇന്നലെ കണ്ട തന്നോട്. ശരി, ഒന്നും പറയണ്ട. നീ കഴിച്ചോ? കഴിച്ചോ? ഇല്ല. ബാ, എന്തെങ്കിലും മേടിച്ചു തരാം. വേണ്ട, ഇവിടെ ഉണ്ട്, ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. എന്നിട്ടാണ് അവനെന്ന് ഫുഡും കൊണ്ട് വന്നോണ്ടിരുന്നത്. വാ എൻ്റെ കൂടെ. ഡ്രസ്സ് മാറിയിട്ട് വാ. എന്താ കഴിക്കാൻ വേണ്ട? എനിക്ക് വിശക്കണില്ല. എന്നാലും എന്തേലും മതി. നടക്കണേ കുഴപ്പമുണ്ടോ? ഞാൻ വണ്ടി എടുത്തിട്ടില്ല, അതാ. ഇറ്റ്സ് ഓക്കെ. എനിക്ക് വാ. ശരിക്കും നിന്റെ ആരാ? ആര്? ഇന്നലെ കണ്ടത് എൻ്റെ ഫ്രണ്ടാണ്, ഫ്രം ചൈൽഡ്ഹുഡ്. 3 വയസ്സിന് വ്യത്യാസമുണ്ട്. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരിക്കലും ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല? ആസ് എ ഫ്രണ്ട് എനിക്ക് അവനെ നല്ല ഇഷ്ടമായിരുന്നു. താൻ ഉദ്ദേശിച്ച ഇഷ്ടം ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അവൻ എന്നോട് ഉണ്ടോയെന്നൊരു ഡൗട്ടുണ്ട്.
ഇഷ്ടമായിരുന്നോ? അപ്പൊ ഇപ്പൊ ഇഷ്ടല്ലേ? ഇഷ്ടം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി അതിലുണ്ടാകണം. അത് പോയാൽ സ്നേഹിക്കാനും ബുദ്ധിമുട്ടാണ്. ഇന്നലെ വരെ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്നല്ലേ. താൻ പോയി കഴിഞ്ഞപ്പോൾ വേറെ ചില കാര്യമൊക്കെ ഉണ്ടായി. എനിക്ക് ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് അവനായിരുന്നു. ബട്ട് അവന് ഇതിനു വേണ്ടി കളിക്കുന്ന വെറും ഒരു നാടകമാണെന്ന് എനിക്ക് മനസ്സിലായേ. അപ്പൊ നിന്റെ പേരൻസോ? മരിച്ചുപോയി. അയ്യോ സോറി. ഏയ് അത് സാരില്ല. തനിക്കൊരു കാര്യം അറിയോ? എൻ്റെ പാരൻസ് കുറച്ച് റിച്ചായിരുന്നു. തറവാട്ടിലെ സ്വത്തും അച്ഛൻ ഇളയതായതുകൊണ്ടും അച്ഛനൊരു പെങ്കൊച്ചായതുകൊണ്ടും അച്ഛനായിരുന്നു കൂടുതൽ കിട്ടിയത്. അങ്ങനെ അതിൻ്റെ പേരിൽ എപ്പോഴും വഴക്കായിരുന്നു. ഒരു ദിവസം നൈറ്റ്, എനിക്കന്ന് 15 വയസ്സേ ഉള്ളൂ. രാത്രി നല്ല വൈകിയായിരുന്നു. ഞാൻ താഴ്ന്ന ഒച്ച അനക്കവും കേട്ടിട്ടാണ് കണ്ണ് തുറന്നത്. ദാഹം കാരണം ഞാൻ താഴത്തേക്ക് ഇറങ്ങാൻ വന്നപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ അച്ഛൻ തറയിൽ കിടക്കുക. ചേട്ടാ സൈഡിൽ ആരോ നിൽക്കുന്നുണ്ട്, മുഖം മുഴുവൻ മറിച്ചിട്ട്. ആരാന്ന് മനസ്സിലാവില്ല. അച്ഛനെ കണ്ട ഷോക്കിൽ ഞാനത് ശ്രദ്ധിച്ചില്ല. എന്നെ കണ്ട വഴി അയാൾ ഇറങ്ങി ഓടി. ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എനിക്കൊന്ന് കരയാൻ പോലും പറ്റണ്ടായില്ല. അച്ഛൻ ഓൾറെഡി മരിച്ചായിരുന്നു. ഞാൻ ഓടിപ്പോയി അമ്മേനെ വിളിച്ചു. എന്നെ അച്ഛൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് അമ്മയും പോയി ഒരു കയറിലങ്ങ് ജീവിതം തീർത്തു. എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ലാതെ ഞാൻ ആ വീട്ടിൽ ഒറ്റയ്ക്ക്. നീ എന്തീ പറയണേ? സത്യ, അച്ഛനെ കൊന്ന ആരാന്ന് എനിക്ക് കണ്ടുപിടിക്കേണ്ടി വന്നില്ല. അവൻ തന്നെ എൻ്റെ മുന്നിൽ വന്ന് നിന്ന്. ആരാ? എൻ്റെ അമ്മാൻ്റെ മോൻ. അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടില്ലേ? അവനെന്തിനാ? പൈസയ്ക്ക്, അല്ലാതെ എന്തിനാ. അച്ഛനും അമ്മയും പോയി കഴിഞ്ഞ് ക്യാഷ് ഉള്ള എൻ്റെ അക്കൗണ്ടിലാണ് കിടക്കണം. ഇത് ശരിക്കും? എനിക്ക് കള്ളം പറഞ്ഞ് നടക്കലല്ല പണി. ഞാൻ ചോദിച്ചതാ. എല്ലാം കഴിഞ്ഞ് എൻ്റെ ഫാമിലിയിൽ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ അമ്മാവനായിരുന്നു. ഇന്നാളെ അവൻ അമ്മാവനെ കൊന്നു. അപ്പം എന്നെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് നടക്കുക. പുള്ളിക്ക് എന്ത് പ്രായമുണ്ട്? 26. എന്നിട്ടാണോ നിന്നെ? കെട്ട് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ വല്ല അഴുക്കുചാലിയെന്നും വല്ല വീട്ടിൽ നിന്ന് ചത്തൂന്നും പറഞ്ഞ് കിട്ടും. എടി നീ എന്താ കേസ് കൊടുക്കാത്തെ? കൊടുത്തിട്ട് എന്തിനാ? അവന് സുഖമായിട്ട് ജീവിക്കാനോ? അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞ് എത്രയൊക്കെ ചെയ്തവന് ഊരിപ്പോരാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എന്നാലും ഒരു സേഫ്റ്റിക്ക്. എനിക്കെന്തിനാ സേഫ്റ്റി? ഉണ്ടായിരുന്നവരൊക്കെ പോയില്ലേ, ഇനി ഞാൻ മാത്രമായിട്ട് എന്തിനാ? അതുകൊണ്ട് നിനക്ക് നീ ലൈഫില്ലാന്നാ? തോറ്റു എന്ന് പറഞ്ഞ് എല്ലാത്തിനും ബലിയാടാവണക്കാലം വില ഉണ്ടാവും നീ ജയിച്ച് കാണിച്ചാ. ഇത്രയൊക്കെ പിടിച്ചിരുന്നെങ്കിൽ നിനക്ക് അങ്ങോട്ട് ഒരു തെണ്ടിയുടെ സഹായം ഇല്ലാതെ നിൽക്കാൻ പറ്റും. ഏതവനായാലും ഇനി അവനെ നിന്നെ ഭരിക്കാൻ നീയായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഇനി ഞാനായിട്ട് നീ ചോദിക്കുന്നവരെ ഈ പിടിവിടില്ല. ഞാൻ ഉണ്ടെന്ന് തോന്നിയോണ്ട് വീക്കായത് കേട്ടോ. തിരിച്ചുണ്ടാക്കട്ടെ കുറച്ചുകൂടെ കഴിഞ്ഞ്. ശരി. പൊന്നു, എന്ത് പറ്റിയതാ? തല ഇറങ്ങിയതാ, പ്രഷറിൻ്റെ ആയിരുന്നു. ചോദിക്കാൻ വന്നാ. ഞാൻ എനിക്ക് കേൾക്കണം. നീ അന്ന് എന്താ എൻ്റെ അടുത്ത് പറയാൻ വന്നേന്ന് എനിക്ക് കേൾക്കണം. അത് ഞാൻ അവൻ്റെ